പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കളിക്കുമ്പോഴാണ് അവനെ അന്വേഷിച്ച് പള്ളിയിലെ അച്ഛനെത്തിയത്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് മൂലം കമ്മ്യൂണിസ്റ്റുകാർ ചേർന്ന് പള്ളിയുടെ സ്ഥലം കൈയേറുന്നുവെന്നും അവരെ എതിർത്ത് നിൽക്കാൻ പള്ളിക്കൊരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് അച്ഛൻ അവിടെ എത്തിയത്. അങ്ങനെ കൃഷ്ണപിള്ള എന്നവൻ പള്ളിക്കാരുടെ സംരക്ഷകനായി പോത്തൻ ക്രിസ്റ്റഫർ എന്ന പേരിൽ ആ ഗ്രാമമായ കാണിയാറിലെത്തി. പാർട്ടിക്കാർ കുത്തിയ കൊടി വീഴ്തെറിഞ്ഞും അവരെ തിരിച്ചടിച്ചും അവൻ പള്ളിയുടെ രക്ഷകനായി മാറി. അങ്ങനെയിരിക്കെ KPAC-യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം അവരുടെ നാട്ടിൽ അരങ്ങേറാൻ പോവുകയാണെന്ന് അറിഞ്ഞതും അത് തടയാൻ അവൻ ആ നാടകവേദിയിലെത്തി. എന്നാൽ അവിടെ വെച്ച് പ്രധാന നായികയായ റബേക്കയെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടതും മുന്നും പിന്നും നോക്കാതെ ഗുണ്ടകൾക്ക് പിറകെ പോയി അവൻ അവളെ രക്ഷിച്ചു. അന്ന് അവളുടെ മുഖം അവൻ കണ്ടില്ലെങ്കിലും പിന്നീട് ഒരു നാടകവേദിയിൽ തന്നെ രക്ഷിച്ചയാളെ കാണാൻ റബേക്ക തന്നെ അവന്റെ അടുത്തെത്തി അവനോട് നന്ദി പറഞ്ഞു. റബേക്കയുടെ സൗന്ദര്യം അവനെ ആകർഷിച്ചെങ്കിലും പിന്നീട് ജന്മികുടിയാൻ വ്യവസ്ഥക്കെതിരായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന അവളുടെ നാടകം കൂടെ കണ്ടതോടെ അവൻ അവളോട് ബഹുമാനം തോന്നുകയും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരികയും ചെയ്തു. അന്നു രാത്രി റബേക്കയും ഒത്ത് ചിലവഴിച്ച നേരങ്ങളിൽ ഈ നാടിനാവശ്യം പള്ളിയോ സ്മാരകങ്ങളോ അല്ലെന്നും പിള്ളേർക്ക് പഠിക്കാൻ അടച്ചുറപ്പുള്ള ഒരു പള്ളിക്കൂടമാണെന്നും അവളിൽ നിന്നും അവൻ മനസ്സിലാക്കി. നാടകം തടയാൻ പോയ ക്രിസ്റ്റഫർ അത് തടയാൻ നിൽക്കാതെ നടിയുമായി ഊരു ചുറ്റിയ സംഭവം പിറ്റേന്ന് പള്ളിയിൽ ചർച്ചയായതും അവന്റെ യഥാർത്ഥ നാമം കൃഷ്ണപിള്ളയാണെന്നും അവൻ നമ്മെ ചതിക്കുകയാണെന്നും പറഞ്ഞ് പള്ളിയിൽ അച്ഛൻ അവനെ അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ തിരിച്ചു പോരാൻ നേരം റബേക്കയോട് നമുക്ക് വീണ്ടും കാണാമെന്നും പറഞ്ഞ് അവൻ നാട്ടിലേക്കും അവൾ തന്റെ നാടകവേദിയിലേക്കും യാത്രയായി. എന്നാൽ അത് അവരുടെ അവസാന കണ്ടുമുട്ടലാണെന്ന് അപ്പോൾ അവർ അറിഞ്ഞില്ല. ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പടിയിറക്കാൻ കുത്തക മുതലാളിമാർ ചേർന്ന് ആഹ്വാനം ചെയ്ത സമരത്തിൽ പോലീസ് നരനായാട്ട് നടത്തിയതും റബേക്ക ഉൾപ്പെടെ നിരവധി പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. കാണിയാർ എന്ന ഗ്രാമത്തിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സ്വർണ്ണശേഖരമുള്ള തരിയോട്ട് മലയ്ക്ക് വേണ്ടി അവിടെയുള്ള മുഴുവൻ ജനതയും കൊന്നൊടുക്കാൻ പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന മൈനിങ് മുതലാളി തന്റെ മുഴുവൻ സേനയെയും വിന്യസിച്ചു. എന്നാൽ പള്ളിക്കാർ ഇറക്കിവിട്ട കൃഷ്ണപിള്ള വീണ്ടും ആ ഗ്രാമത്തിന്റെ മിശിഹയായി അവതരിക്കുകയും അവരൊന്നിച്ച് ആ സേനയെ നേരിട്ട് തങ്ങളുടെ ഗ്രാമത്തെ സുരക്ഷിതമാക്കി.